ഞാൻ പറയുന്നത് കേൾക്കാമോ? ശബ്ദം നീട്ടുമ്പോൾ സംഗീതമാകുന്നു. ചരണം താളാത്മകമായി നീട്ടുമ്പോൾ നൃത്തമാകുന്നു. മനസ്സ് നീട്ടുമ്പോൾ ധ്യാനമാകുന്നു. ജീവിതം നീട്ടുമ്പോൾ ആഘോഷമാകുന്നു. എല്ലാ ശബ്ദങ്ങളുടെയും ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ മൗനം സൃഷ്ടിക്കുക എന്നതാണ്. കാരണം മൗനത്തിൽ നിന്നാണ് സർഗാത്മകത ഉണ്ടാകുന്നത്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഭവനമാണത്. ആന്തരിക മൗനം നമ്മുടെ യഥാർത്ഥ സ്വഭാവമായ സന്തോഷവും ആനന്ദവും സ്നേഹവും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇതാണ് നമ്മളെല്ലാവരും സ്വപ്നം കാണേണ്ടത്. ആഘോഷം നിറഞ്ഞൊരു ലോകം, കരുണയുള്ള ലോകം, ഒരുമയുള്ള ലോകം. 3 ശാസ്ത്രജ്ഞന്മാർ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചു ഈ ലോകം നിലനിൽക്കുന്നില്ല എന്ന്. ഇതെല്ലാം സ്പന്ദനങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ നമ്മളുടെ സാന്നിധ്യം വഴിയും സ്പന്ദനങ്ങൾ വഴിയുമാണ് കൂടുതൽ ആശയവിനിമയം നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സാന്നിധ്യം പോസിറ്റീവ് ആക്കേണ്ടതുണ്ട്. ധ്യാനമാണ് അതിനുള്ള വഴി. ഞാനതിനെ മാനസിക ശുചിത്വം എന്ന് വിളിക്കുന്നു. നമുക്കെല്ലാവർക്കും പല്ലുകളുടെ ശുചിത്വത്തെപ്പറ്റി അറിയാം, കുട്ടിക്കാലം മുതൽ. ഇപ്പോൾ നമ്മളുടെ മാനസിക ശുചിത്വത്തിൽ നാം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും 2 നേരം ധ്യാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും 2 പ്രാവശ്യമാണ് നല്ലത്. അത് നമ്മളുടെ ഉത്സാഹം ഉയർന്ന തലത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നു. നമ്മുടെ പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും കുറഞ്ഞു വരുന്നതായും ഇല്ലാതാകുന്നതായും നമുക്ക് കാണാൻ കഴിയും.